ദൈവമാതാവിനെ ദൈവദൂതൻ അഭിസംബോധന ചെയ്യുന്നത് ത്രിത്വിക ദൈവത്തിൻ്റെ സ്ഥാനപതിയായിട്ടാണ്. ഇവിടെ ദൈവദൂതന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാൻ ഇതിലേറെ വാക്കുകളില്ല. അതായത് നമുക്കറിയാം, നമ്മളെ പച്ചയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദിയും അന്തവും ഉള്ള വ്യക്തികളാണ്. പക്ഷേ ദൈവദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദിയുണ്ട്, അന്തമില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആദിയും അന്തവും ഇല്ലാത്തവനാണ്. അപ്പോൾ റാങ്കിങ്ങിൽ വരുമ്പോൾ ഈ ദൈവദൂതന്മാർ മനുഷ്യരുടെ മുകളിൽ വരുന്ന വ്യക്തിയാണ്. ഏറെ പ്രത്യേകമായിട്ട് ഇത് മുഖ്യ ദൂതന്മാരിൽ ഒരാളാണ് വരുന്നത്. ഈ ദൂതനാണ് ദൈവമാതാവിൻ്റെ മുമ്പിൽ കൈകൂപ്പി കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുന്നത്. നമ്മൾ മാനുഷികമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഭരണകർത്താക്കളെ പറ്റി ചിന്തിച്ചാൽ മതി. അവർ എളിയവരായ നമ്മുടെ അടുത്ത് വന്ന് ഒരു സ്തുതി പറയുന്ന ഒരു രംഗം മനസ്സ് ചിന്തിക്കുക. ഇവിടെ രക്ഷകന്റെ അമ്മയാകാൻ പോകുന്ന ദൈവമാതാവിന് ഗബ്രിയേൽ ദൂതൻ സ്തുതി പറയുകയാണ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. എന്തുകൊണ്ടാണ് ദൈവമാതാവിനെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുന്നത്? അവൾ എല്ലാവിധ കൃപാവരങ്ങളുടെയും പൂർണ്ണതയാണ്. എല്ലാവിധ സകല വര പ്രസാദങ്ങളും അവളിൽ ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവദൂതൻ പരിശുദ്ധ ദൈവമാതാവിനെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുന്നത്. നമ്മളും കൃപാസനത്തിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും നമ്മളോട് പറയാറുള്ളൊരു വാക്കാണ്, നിങ്ങളുടെ മരിയൻ ഉടമ്പടി എപ്പോഴും ഫയർ ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മരിയൻ ഉടമ്പടി ഫയർ ആകുന്നത്. കാരണം ദൈവമാതാവിനാണ് ഈ ഒരു ഉടമ്പടിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ നടക്കുമ്പോൾ വലിയ മഹത്വം കിട്ടുന്നത്. അത് നമ്മൾ ആരംഭിച്ചതല്ല. ദൈവദൂതൻ ദൈവപിതാവിനാൽ അയക്കപ്പെട്ട് ആരംഭിച്ചതാണ് ഈ പരിശുദ്ധ അമ്മയെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്നുള്ളൊരു നടപടി. നമ്മളും മരിയൻ ഉടമ്പടി എടുത്ത് ഇവിടെ വൻ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ദൈവമാതാവിനും ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിന് ഒരു അംഗീകാരം കൂടിയാണത്. അത് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ മഹത്വം കിട്ടുന്ന ശുശ്രൂഷയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഒന്ന് ആലോചിക്കാം. നാളിതുവരെ എനിക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം മൂലം കിട്ടിയ കൃപാവരങ്ങളെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്താറുണ്ടോ? ഇനി 2015 കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി ആരംഭിച്ചത്. അന്നു മുതൽ ഒത്തിരിയേറെ മക്കളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ട്. ഒത്തിരിയേറെ വ്യക്തികൾ മെയിലിൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് അവരുടെ കുറേ റൈറ്റപ്പ് ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അവർ അയക്കും, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉടമ്പടി സാക്ഷി. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. വിദേശങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വന്നാണ് ദൈവമാതാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ കൃപകൾക്ക് സാക്ഷ്യം കൊടുക്കേണ്ടത്, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു മരിയൻ ഉടമ്പടി നിബന്ധനകളുമായിട്ട് തട്ടിച്ച് ഈ ഒരു ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് പരിശുദ്ധ ദൈവമാതാവിനെ അഭിസംബോധന ചെയ്യും ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. നമുക്കും ഇങ്ങനെ ഒരു സാധ്യത ദൈവപിതാവ് തുറന്നിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ആർജിക്കുന്ന കൃപാവരങ്ങൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന മഹത്വം. എന്തിനാണ് വിശുദ്ധരായ വ്യക്തികളൊക്കെ രാവും പകലും ഒരു ആത്മാവിന് വേണ്ടി അധ്വാനിച്ച് ഒത്തിരിയേറെ കഠിന ത്യാഗ പ്രവൃത്തികളൊക്കെ ചെയ്ത് ഇങ്ങനെ ആത്മാക്കളെ നേടാൻ അത്യുത്സാഹം കാണിച്ചത്? അതിനൊരു ഉത്തരവേ ഉള്ളൂ, നമ്മൾ ആർജിച്ചെടുത്ത കൃപാവരങ്ങൾക്ക് അനുസൃതമായിരിക്കും സ്വർഗത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്വം എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, പുനരുദ്ധാനം ചെയ്ത ആത്മാക്കൾ എങ്ങനെ ഇരിക്കുമെന്ന്. അവിടെ വ്യക്തമായിട്ട് തിരുവചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്, പുനരുദ്ധാനം ചെയ്ത ആത്മാക്കളിൽ സൂര്യന്മാരുണ്ട്, ചന്ദ്രന്മാരുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ഇനി ഈ നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു സൂര്യകൃപയിലേക്ക് വളരാനാണ് നമ്മൾ മരിയൻ ഉടമ്പടി എടുക്കുന്നത്. ദൈവമാതാവിന് ഉത്തമ ഉദാഹരണമാണ്.
വെളിപാടിൻ്റെ പുസ്തകത്തിൽ ദൈവമാതാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇപ്രകാരമാണ്: സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അതായത് സൂര്യൻ്റെ കൃപാവസ്ത്രം സ്വീകരിച്ച സ്ത്രീ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ നീതിമാൻ സ്വർഗരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. അപ്പോൾ മരിയൻ ഉടമ്പടി എന്ന ഈ വലിയൊരു പ്രാർത്ഥന നമ്മളെ സൂര്യ കൃപയിലോട്ട്, മഹത്വത്തിലേക്ക്, കൃപ നിറഞ്ഞ അവസ്ഥയിലേക്കുള്ള വലിയ ഒരു ക്ഷണനമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. ശേഷം ദൂതൻ പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവ് നിന്നോട് കൂടെയെന്ന്. എപ്പോഴാണ് ദൈവമായിട്ട് നമുക്ക് കൂടുതൽ ഐക്യപ്പെടാൻ, അതുമല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ദൈവത്തോട് ഐക്യപ്പെടാൻ സാധിക്കുന്നത്? പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് ആത്മാവായ ദൈവത്തിൽ നമുക്ക് ഐക്യപ്പെടാൻ സാധിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് അത് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് അവിടത്തോടു കൂടി സംയോജിക്കുന്നവൻ ആത്മാവിൽ ഒന്നായിത്തീരുന്നു. 1 കൊരിന്ത്യർ 15-16 തിരുവചനം. ഇങ്ങനെ ഒന്നായി ആത്മാവിൽ ഐക്യപ്പെട്ട് ദൈവത്തോട് ഒന്നായി തീരുമ്പോഴാണ് ക്രിസ്തു രഹസ്യങ്ങളും ക്രിസ്തുവിൻ്റെ മനസ്സും നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നത്: ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിയൻ ഉടമ്പടി എടുത്ത ഒരു വീട്ടമ്മ വളരെ വൃത്തിയായി മരിയൻ ഉടമ്പടിയൊക്കെ ചെയ്തു. ഒരു അക്രൈസ്തവയായിട്ടുള്ള സഹോദരിയാണ്. ദൈവമാതാവിനോട് പറഞ്ഞു, അമ്മേ, എനിക്കൊരു ജീവിത മാർഗം നീ തുറന്നു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ മകൾക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. കുറേ പെൺകുട്ടികൾ ഈ അമ്മയുടെ അടുത്ത് വന്ന് ഭക്ഷണം ചോദിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ ഇവർക്ക് ഭക്ഷണം ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നു. ഈ അമ്മ തന്നെയാണ് അത് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് അവിടുത്തെ അധികാരികൾ ഈ അമ്മയെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരാളെ അന്വേഷിക്കുകയാണ്, നിങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ജീവിത മാർഗം ഈ അമ്മയ്ക്ക് ഉടമ്പടി വഴിയാണ് തുറന്നു കിട്ടുന്നത്. അപ്പോൾ ദൈവപിതാവുമായിട്ട് ഐക്യപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നത് കാരണം ഈ മകൾക്ക് ദൈവം തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. നിന്റെ ജീവന മാർഗം, നീ ചോദിച്ച മാർഗം ഇത് തന്നെയാണ്. ആദ്യം സ്വപ്നത്തിലൂടെ വരും, 2 ദിവസം കഴിയുമ്പോൾ വ്യക്തികൾ തന്നെ ഈ അമ്മയെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുക, കർത്താവിനോട് കൂടെ ആയിരിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ ദൈവമാതാവ് എല്ലാവിധ സ്ത്രീകളിൽ നിന്നും ഉന്നതിയായി പ്രാപിച്ച മഹിമയെക്കുറിച്ചാണ്. ദൈവദൂതൻ ഇപ്രകാരമാണ് പരിശുദ്ധ ദൈവമാതാവിനെ അഭിസംബോധന ചെയ്യുന്നത്: സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതവുമായിട്ട് ഇത് തട്ടിച്ചു വായിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയുടെ കാണാൻ വേണ്ടി അമ്മയൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ, അമ്മയും ബന്ധുക്കളൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ എല്ലാവരും പറയും, നിൻ്റെ അമ്മ പുറത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയുന്ന ഒരു വാക്കുണ്ട്: ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാർ? ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരൻ. വീണ്ടും വേറൊരു സ്ത്രീ ജനക്കൂട്ടത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയും, നിന്നെ വഹിച്ച ഉദരവും പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളവ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം. അപ്പോഴും ഈശോ ഇത് ആവർത്തിക്കും: ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. നമ്മളും മരിയൻ ഉടമ്പടിയിൽ ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ മെനോറ വിളക്കിൽ തെളിയിച്ച് പ്രഖ്യാപിക്കുന്നത്. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധീകരണത്തിനും വേണ്ടിയിട്ട് അവൻ പറയുന്നത് പോലെ 6 കാര്യങ്ങൾ 90 ദിവസത്തേക്കല്ല, നിത്യതയോളം വിശുദ്ധിയോടെ ജീവിച്ചു കൊള്ളാമെന്നാണ് നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മരിയൻ ഉടമ്പടിയിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ മുന്നേറുമ്പോൾ നമ്മളെയും നോക്കി സ്വർഗം പറയും, മകൾ, എൻ്റെ മകൻ ഭാഗ്യവതിയാണ്, ഭാഗ്യപ്പെട്ടവളാണ്, ഭാഗ്യപ്പെട്ടവനാണ്. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ വണക്ക മാസത്തിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.
അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരെ നന്ദിയിട്ട് പാപികളുമായ ഞങ്ങൾ നിശ്ചയം പ്രധാനമായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധയും വാദാൻ്റെ സ്തുതിക്കായി ജയമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മേ, ഞങ്ങളിൽ ദൈവവിശ്വാസം നമ്മുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങ് ദീർഘമായിട്ട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങ് ദീർഘമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമ്മേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങ് ദീർഘമായോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം ദേവരഹസ്യം. പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിച്ച് ശമിശയെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദേവൽപ്പനാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഈ പ്രാർത്ഥിച്ച മക്കൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നു കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തെന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം. മക്കളുടെ സന്തോഷവും സമാധാനവും പ്രാർത്ഥിക്കുന്നു. അനുഷാജി വഴിച്ചേരി SSLC പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന്, കുടുംബ സമാധാനം ലഭിക്കുന്നതിന്, ആശയ്ക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ചിന്നു ഷാജി ആലപ്പുഴ +2 പരീക്ഷയിൽ ഉന്നത വിജയത്തിന്, കുടുംബ സമാധാനം ലഭിക്കാൻ, അസുഖം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. കെവിൻ ജോസഫ് ആത്മീയമായി വളരാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളവനാകാൻ, പഠിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം. സ്പഷ്ടമായി സംസാരിക്കാൻ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് എറണാകുളം കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാകുന്നതിന്, കുടുംബത്തിലുള്ളവരുടെ സ്ഥലം വിൽപ്പന നടക്കുന്നതിന്, 3 മാസത്തിനുള്ളിൽ ഡയബറ്റിക്കൽ ആയി ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു.
ഡിസ്പി മരിയ ജോർജ് പാല പരിപൂർണ രോഗസൗഖ്യം നേടാൻ, ദേഹത്തുണ്ടാകുന്ന വെള്ളപ്പാടുകൾ മാറുന്നതിന് മാതാവും ഈശോയും കൂടെ ഉണ്ടായിരിക്കണമേ പ്രാർത്ഥിക്കുന്നു. സോൾ തോമസ് പുത്തൻശ്ശേരിയിൽ കുടുംബ സമാധാനം, മകളുടെ ജോലി, സഹോദരൻ്റെ വിവാഹം പ്രാർത്ഥിക്കുന്നു. വിക്രമൻ സൗദം പത്തനംതിട്ട കേസിൽ കുടുങ്ങിയത് മാറ്റിത്തരണം, ചീത്ത കൂട്ടുകെട്ടുകൾ മാറ്റിത്തരണം, ലഹരിയിൽ നിന്ന് വിടുതൽ പ്രാർത്ഥിക്കുന്നു. അന്ന റോബിൻ ഇടുക്കി ജർമ്മൻ B2 എക്സാം പാസ്സായി ഓസ്ട്രേലിയയിൽ പഠിക്കാൻ. ടോമിക്ക് SSLC പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ, സാമ്പത്തിക കടബാധ്യതകൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. മരിയ ജോണി ആനപ്പാറ 2026 ജനുവരി വിവാഹം നടക്കാൻ, ടോണിയുടെ കൂടെ പേപ്പർ വർക്കുകൾ പൂർത്തിയാകുവാൻ പ്രാർത്ഥിക്കുന്നു. മീനു TM ആലപ്പുഴ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ഉണ്ടാകുവാൻ, കടബാധ്യതകൾ തീരുന്നതിനു വേണ്ടി, ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽബിൻ ആലപ്പുഴ മെയ് 10 UK പോകാൻ വിസ കിട്ടിയിരിക്കുന്ന എനിക്ക് തടസ്സങ്ങൾ മാറ്റി നല്ലൊരു യാത്രയ്ക്കായി, അവിടെ ചെന്നാൽ താമസിയാതെ നല്ലൊരു ജോലി ലഭിക്കാൻ, ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രശ്നങ്ങളെല്ലാം തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനിമോൾ ജോസ് ആലുവ VFS ഡേറ്റ് കിട്ടി വിസ അപ്രൂവൽ കിട്ടുന്നതിന്, ജോലി ലഭിക്കുന്നതിന്, മമ്മിയുടെ കേസ് തീരുന്നതിന് പ്രാർത്ഥിക്കുന്നു. ടോണി ദേവസ്യ നല്ല ജോലി ലഭിക്കുന്നതിന്, അനിയന് ജോലി ലഭിക്കുന്നതിന്, അമ്മയ്ക്ക് രോഗസൗഖ്യം പ്രാർത്ഥിക്കുന്നു. കുര്യാക്കോസ് ആലുവ വിവാഹ തടസ്സം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ബിനിമോൾ ജോസ് ആലുവ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും കുടുംബത്തെയും ഉയർത്തണമേ, ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആലിസ് ജോണി മകന് മാനസാന്തരം, മദ്യപാനം മാറുന്നതിന്, നല്ലൊരു കുടുംബജീവിതം ലഭിക്കുന്നതിന്, മകൻ ഖബീലിൻ്റെ മദ്യപാനം മാറുവാനും മുൻകോപം മാറുന്നതിനും വേണ്ടി, ലിറ്റിക്ക് കുടുംബസമാധാനം ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീല ജോൺ ഭർത്താവിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖം മാറുന്നതിന്, ജീൻ ജോണിന് നല്ലൊരു വിവാഹം, ജോലി കാനഡയിൽ ലഭിക്കാൻ, ബെൻ ജോണിന് കാനഡയിൽ PR ലഭിക്കാൻ, സോഫിന് കാനഡയിൽ ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഷാരോൺ ലോറൻസ് ഓസ്ട്രേലിയ ജോലി ലഭിക്കുന്നതിന്, ജോലി ചെയ്യുന്നതിന് ശേഷിക്കുറവ്, മാനസികാരോഗ്യം എന്നിവ ലഭിക്കുന്നതിന്. കിരൺ ലോറൻസ് പുതിയ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുവാൻ, ഭാര്യയുടെ തൈറോയിഡിൻ്റെ അസുഖം മാറുന്നതിന്, കുട്ടികൾക്ക് സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സുലേഖ പ്രകാശ് മകൻ ഇസ്രയേലിലാണ്, അവിടെയുള്ള എല്ലാ മക്കളെയും അമ്മ സംരക്ഷിക്കണം. മകന് അവിടെ സ്ഥിരമായി ഒരു ജോലി ലഭിക്കാൻ, സ്വന്തമായി ഒരു വീട് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് ക്രിസ്റ്റി പാലാരിവട്ടം ഭർത്താവിൻ്റെ അസുഖം, അമ്മച്ചിയുടെ അസുഖം, എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു. ടിൻഡോ ദേവസി കുണ്ടൂർ ഉയർന്ന ശമ്പളത്തോടെ ജോലി, വീട് പണി, കടബാധ്യത എന്നിവ നീങ്ങുന്നതിന് പ്രാർത്ഥിക്കുന്നു. മോളി ബേബി ചേലാമറ്റം മകളുടെ വിവാഹ തടസ്സം മാറി നല്ലൊരു വിവാഹം നടക്കാൻ, സുഖപ്രസവം നടക്കാൻ, ലൂക്കിന് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പ്രാർത്ഥിക്കുന്നു. മരിയ രാജു UK മകന് PSW വിസ
ലഭിക്കാൻ, ആധാരം ബാങ്കിൽ നിന്ന് എടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ക്ലീറ്റസ് ടിക്കോസ്റ്റ് ചേരാനെല്ലൂർ, മകൻ്റെ വിവാഹം നടക്കുവാൻ, ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ, എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിജിൽ ആലപ്പുഴ, മകളുടെ ആരോഗ്യം, സ്വന്തം ആരോഗ്യം, കുടുംബാംഗങ്ങളുടെ രോഗസൗഖ്യം പ്രാർത്ഥിക്കുന്നു. സിസ്മോൾ സ്വാമി പാലയൻ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് കുര്യാച്ചൻ ആനി ചക്കരവേലിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മരിച്ചുപോയ ഗ്രാൻഡ് പേരൻസിന് പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡിൻ്റെ മരിച്ചുപോയ ഗ്രാൻഡ് പേരൻസിന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിമോൾ പോൾ, കുഞ്ഞിന് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, കൊച്ചുമോൻ്റെ കരപ്പൻ മാറുന്നതിന്, അരുണിന് ദൈവവിശ്വാസം ലഭിക്കുന്നതിന്, ബിൻസി തോമസ് കൊച്ചിൻ അസുഖം മാറുന്നതിന്, വിസ തടസ്സം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഡെന്നിയുടെ ഹസ്ബൻഡിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുമിൽ പൊൻകുന്നം, ആശുപത്രിയിൽ കഴിയുന്ന വിജിം എന്ന മകളെ സുഖപ്പെടുത്തണമേ. ഡോക്ടർ റോഷിന് നല്ലൊരു ഭാവി ഉണ്ടാകണമേ. ഷിബു എന്ന മകന് പുതിയ കമ്പനി തുടങ്ങുവാൻ ആശയം നൽകണമേ പ്രാർത്ഥിക്കുന്നു. ജനാഥൻ ആൻ്റണി ലിച്ചോ, കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായി മാറ്റിത്തരണമേ. മകൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി അസുഖങ്ങളിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കണം. സാമ്പത്തിക മേഖല മെച്ചപ്പെടാൻ, വീട് ലഭിക്കാൻ, സമാധാനവും സന്തോഷവും ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അനിൽ തോമസ് ആൻഡ് നിഷ അനിൽ ആലപ്പുഴ, വീടിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി. ജയശ്രീ, അശോകൻ ചേട്ടൻ്റെ നാവിലെ പൂപ്പൽ പൊട്ടലും മാറ്റി എരിവ് കൂട്ടാനിടയാക്കണമേ. എൻ്റെ ഷോൾഡറിന് വേണ്ടി വരുന്ന പറഞ്ഞ ഓപ്പറേഷൻ മാറ്റിത്തരണമേ. അച്ചുമോന് അവൻ പഠിച്ച കോഴ്സിൽ ജോലി ശരിയാകണമേ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് ക്ലമന്റ് കാട്ടൂർ, സ്ഥലം വിൽപ്പനയ്ക്ക്, മക്കളുടെ മദ്യപാനം മാറുവാൻ, മകന് ജോലിയുടെ വിസ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സൂസൻ ആൻ്റണി വൈക്കത്തുശ്ശേരി കലൂർ, മകൾക്ക് ജോബ് വിസ ലഭിക്കാൻ, ബാങ്ക് ലോൺ തീർത്ത് ആധാരം തിരികെ എടുക്കാൻ, 32 വർഷമായ ഭാഗ ഉടമ്പടി ചെയ്ത് ഉടനെ ചെയ്തു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ഷൈജു ആരതി തൃപ്പൂണിത്തറ, ICUവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന അമ്മയെ സുഖപ്പെടുത്തണമേ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കണമേ. യമുന ഉച്ചിറ, ഭർത്താവിൻ്റെ ദുശീലം മാറി വിശുദ്ധിയിൽ ജീവിക്കുവാൻ, മകൾക്ക് അനുസരണശീലം ഉണ്ടാകുവാൻ, ഭർത്താവിന് സ്ഥിരമായി ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഗീത ജോർജ് കളമശ്ശേരി, ചിമ്മന അഗസ്റ്റിൻ, നടുവേദന മാറി സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, PR ലഭിക്കാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അതുപോലെ എല്ലാ നിയോഗങ്ങളും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉൽപ്പതിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബദ്ലഹേമിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കോട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സഹോദരങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടിയും ജീവിത പങ്കാളിക്ക് നല്ല വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിമ്മി ബൈജു ടോമിയുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും നല്ലൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും ഇതിനും ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞതിനോട് കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുഭാഷ് ബേബി വട്ടപ്പള്ളിയിൽ ന്യൂസിലാൻഡ് പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അമ്മയുടെ സാക്ഷിയാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നീത സുഭാഷ് വട്ടപ്പള്ളിയിൽ ന്യൂസിലാൻഡ് പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും അമ്മയുടെ നല്ല സാക്ഷിയായി ജീവിക്കുന്നതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബേബി ജോസഫ് വട്ടപ്പള്ളിയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സമാധാനത്തിൽ ജീവിക്കുന്നതിൻ്റെ കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ആൻസ് SH വട്ടപ്പള്ളിയിൽ ബാംഗ്ലൂർ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും എൻ്റെ അമ്മയുടെ സാക്ഷിയായി ജീവിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മൈക്കിൾ പുളിക്കലാലുവ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടിയും വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു.
സ്ഥിരമായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സാൻഡ്രിയ അമ്പാട്ട് വിദേശത്ത് പോകാനുള്ള തടസ്സം മാറുന്നതിന് വേണ്ടിയും കടബാധ്യത മാറുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റിജു ഷൈജു മെയ് മാസത്തിൽ സിംഗപ്പൂര് പോകുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും പഠന സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷാരി ബിന്ദു സഹോദരൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും മകൾ പഠിച്ച് നല്ല നിലയിലാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പെയ്യാമ പള്ളിക്കര രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും പേരക്കുട്ടിക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോസ് മീന ജോണിയുടെ കല്യാണം നടക്കുന്നതിന് വേണ്ടിയും അസുഖമെല്ലാം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഡാനി ഗീലർ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി മോളിയുടെ കണ്ണിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മുരളി മുഹമ്മ അസുഖം മാറുന്നതിന് വേണ്ടിയും കഫക്കെട്ട് മാറ്റി തരുന്നതിന് വേണ്ടിയും ദൈവസ്നേഹത്തിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയും പേടി മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിനു സെബാസ്റ്റ്യൻ ബിനുവിൻ്റെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ ഭവനം കൃപാലയം എന്ന പേരിട്ട് അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കുന്നതിന് വേണ്ടിയും മക്കളുടെ ഫോണിൻ്റെ ദുരുപയോഗം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബെന്നി സേവ്യർ ജോലിക്കുള്ള തടസ്സം മാറുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ ദേവമാതാവിൻ്റെ സാന്നിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോഫിൻ ജോയി എറണാകുളം കുടുംബ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും മദ്യപാനവും ലഹരിയും ഉപയോഗിക്കുന്നതെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും സ്ഥലം വിൽപ്പന നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സജിത ജോസഫ് കൊല്ലം ഇസ്രായേൽ പോകുന്നതിനുള്ള വിസ ശരിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ ഒന്നിച്ച് വിദേശത്ത് പോകുന്നതിന് വിസ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വത്സല രാജൻ നഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്നതിനും കടബാധ്യം മാറുന്നതിന് വേണ്ടിയും സ്ഥലം വിറ്റ് കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റോജി ജോസ് മരുമകന് കാനഡയിൽ PR കിട്ടുന്നതിന് വേണ്ടിയും മരുമകളുടെ സുഖപ്രസവം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മിനി കുന്നംകുളം ജോലി തടസ്സം മാറി വിദേശത്ത് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിവേദൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റോസ്മ വർഗീസ് മകളുടെയും മരുമകളുടെ വിസ കിട്ടുന്നതിന് വേണ്ടിയും മകനൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വിസ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈച്ചു മൂവാറ്റുപുഴ കാറ് വിൽക്കുന്നതിന് വേണ്ടി ഭാര്യയുടെ ശാരീരിക അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഡോണ ദൈവകൃപയിൽ വളരുന്നതിനും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സാംസൺ USA ഗ്രീൻ കാർഡ് കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വിഘ്നേഷ് കൃഷ്ണ തിരുവനന്തപുരം വിഘ്നേഷിന് MBBS ഈ വർഷം അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയും ഭർത്താവിൻ്റെ തിരക്കഥയിലുള്ള സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയും ഒരിക്കൽ കൂടി ഭർത്താവിന് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷൈല കടബാധ്യം മാറുന്നതിന് വേണ്ടിയും മകൻ്റെ അയർലൻഡിലെ പരീക്ഷ നല്ല രീതിയിൽ പാസ്സാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിയോ ചാലക്കുടി വീട്ടിലുള്ളവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൻ്റണി തൃശ്ശൂർ എഴുത്ത് പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയും ഇൻ്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മീന തൃശ്ശൂർ നാവിലെ തൊലി പോകുന്ന അസുഖം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുഖരോഗം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മിന്നു തൃശ്ശൂർ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നുണ്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. PT എക്സാം എന്ന മാനദണ്ഡമില്ലാത്ത യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശ്രുതി ലാലിച്ചൻ ഇൻ്റർവ്യൂവിന് പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയ ആൻ്റണി കൂട്ടങ്ങൾ മകൾ ടെസ്റ്റ് പാസ്സായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ജയ ആൻ്റണിയുടെ അസുഖം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സിബി ലണ്ടൻ അഭിഷേകിൻ്റെ പരീക്ഷ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമകളുടെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈൻ ഫിലിപ്പ് എൻ്റെ വിദേശ വിസ ആവശ്യത്തിനായി 120 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങി നൽകിയ 3 കോടി രൂപ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവേ മേരിയ ജോബ്
കൺസൾട്ടി എന്ന സ്ഥാപനം ഉയർച്ച പ്രാപിക്കാനും സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5 മേരി മാത്യു, അയർലൻഡിൽ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈജു ആരതി, ICUവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന അമ്മയെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പീറ്റർ പോൾ ഗ്രസ്റ്റ, മദ്യപാനം നിർത്താൻ, കുടുംബസമാധാനം ലഭിക്കാൻ, നല്ല ആരോഗ്യം ലഭിക്കാൻ, കുട്ടികൾക്ക് നല്ല ഭാവജീവിതം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കൂ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദൈവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശമയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചെന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഗീത കോട്ടയം. സ്ഥിരമായി ജോലി ലഭിക്കുന്നതിന്, നല്ല ഒരു ഭവനം പണിയുന്നതിന്, മകൻ്റെ ബിസിനസ് പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോബർട്ട് അമേരിക്ക. ആരോഗ്യവും ആയുസ്സും കിട്ടുവാൻ, US പഠിക്കുവാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നല്ലൊരു ഭാവി ജീവിതം ലഭിക്കുന്നതിനും വേണ്ടി ജൂണിൽ ഇന്റേൺഷിപ്പ് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു.
ജോഷുവ, കാനഡ. ആയുരാരോഗ്യത്തിന്, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ PhD അഡ്മിഷൻ ലഭിക്കുന്നതിന്, പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിച്ച് വിശുദ്ധിയിൽ വളരുന്നതിന് പ്രാർത്ഥിക്കുന്നു. അന്നമ്മ, മസ്കറ്റ്. മമ്മിയുടെ ആരോഗ്യവും ആയുസ്സും കിട്ടുവാനും സാമ്പത്തികമായി മെച്ചപ്പെടുവാനും വീട് വിൽക്കുവാനും പുതിയൊരു ഭവനം ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. റേച്ചൽ അന്ന പ്രിൻസ്. രോഗസൗഖ്യം, നാളത്തെ സർജറി വിജയകരമാകുവാൻ പ്രാർത്ഥിക്കുന്നു. കുര്യാക്കോസ് ലിസി, കരിക്കൊമ്പിൽ, മാനസാന്തരമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഡിൻഡ രാജൻ, മുളയ്ക്കൽ ഹൗസ്, എരുമത്തല. സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം ലഭിക്കുന്നതിന്, കടബാധ്യത മാറുന്നതിന്, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഷെമി കെ അൻസിലി, വരാപ്പുഴ. വീടും സ്ഥലവും വിട്ട് കടബാധ്യത മാറുന്നതിന്, ജോലി സ്ഥിരപ്പെടുത്തുന്നതിന് ആവശ്യമായ തുക ലഭിക്കുന്നതിന്, ജപ്തിയിൽ നിന്ന് ഒഴിവാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. സുമി ജോസ്, കോഴിക്കോട്. മകൻ മാത്യൂസിൻ്റെ എൻജിനീയറിംഗ് എക്സാം നന്നായി എഴുതുന്നതിന്, മകൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിന്, മകന് ഒരു ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. അനുവാർ, കണിയാപുരം. കേസ് നാളെ വിധിക്കായി നല്ല കോമ്പൻസേഷൻ ലഭിക്കുവാൻ, കടബാധ്യതകൾ തീർത്ത് ഒരു ഭവനം ലഭിക്കാൻ, മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും സുരക്ഷിതമാകുവാൻ പ്രാർത്ഥിക്കുന്നു. സോജോ സുരേന്ദ്രൻ, കഴക്കൂട്ടം. ജീവിത പുരോഗതി, നല്ല രീതിയിൽ മക്കളുടെ വിദ്യാഭ്യാസം, അസുഖങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും മോചനം പ്രാർത്ഥിക്കുന്നു. രാജി അനിൽകുമാർ, തെക്കേവിള. കടബാധ്യതകൾ മാറി ഭവനം വാങ്ങുവാൻ, ഭർത്താവിന് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും മകന് വിദേശത്ത് പോകുവാനുള്ള കൃപയും പ്രാർത്ഥിക്കുന്നു. ദിവ്യ മേരി, തിരുവനന്തപുരം. ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടാൻ, പരിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന എന്നിവയിൽ ആഴപ്പെടുന്നതിന്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസീന ദേവി, മടത്തറ. കടം കൊടുത്ത തുക എത്രയും വേഗം തിരികെ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. റെനിമോൾ KJ, തരിയോട്. ഇനി മകൻ അലൻ ജെ ഷാജുവിന് നീറ്റ് എക്സാം നന്നായി എഴുതുവാനും ഉന്നത വിജയം ലഭിക്കുന്നതിനും വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഉഷാകുമാരി. മകന് നല്ല സാലറിയോടുകൂടി നല്ലൊരു ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഡാനി, അയർലൻഡ്. ഡാനി മഞ്ജുഷ. കുടുംബത്തിന് PR വിസ കിട്ടി ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിന്, ജോലി തടസ്സം മാറുന്നതിന്, സ്വന്തമായി ഒരു ഭവനം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. നവീൻ ജോസ്, തട്ടിൽ, തൃശ്ശൂർ. നവീൻ്റെ വിവാഹം നടക്കുന്നതിന്, മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ, രോഗസൗഖ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജയമോൾ, കൊല്ലം. മോൻ്റെ സംസാര തടസ്സം മാറുന്നതിന്, പരീക്ഷാ വിജയത്തിന്, ഭർത്താവിനും എനിക്കും നല്ല ആരോഗ്യ സംരക്ഷണത്തിനും പ്രാർത്ഥിക്കുന്നു. ലില്ലി മാടക്കൽ. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടുന്നതിനും, മാതാവിൻ്റെ സംരക്ഷണം എന്നും ഭവനത്തിൽ ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസമ്മ ജോയ്, കൂത്രപ്പള്ളി. മകളുടെ ജോലി ക്രമീകരണത്തിന്, ഭവന നിർമ്മാണത്തിന്, കുടുംബത്തിൽ മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജിർനോദ് ഷാജി. പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ, അൽഫോൻസയുടെ റിസൾട്ട് പോസിറ്റീവ് ആകുവാൻ,
രണ്ടുപേർക്കും ജോലി തടസ്സം വരാതിരിക്കാൻ. ബിന്ദു ജോസ് പാലക്കാട്. ഈശോയുടെയും മാതാവിൻ്റെയും സാക്ഷിയായി ജീവിക്കാൻ, സ്വന്തമായി ഒരു ഭവനം ലഭിക്കാൻ, കടബാധ്യതകൾ മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജോസ് പുനലൂർ. കുഞ്ഞിൻ്റെ വിവാഹം നടന്നു കിട്ടുവാൻ, മദ്യപാനം മാറുവാൻ, ജോലി ലഭിച്ച് കുടുംബജീവിതത്തിൽ വിജയം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ലിനി ബേസിൽ പ്ലാമൂഡ്. ഭർത്താവിൻ്റെ നല്ല പ്രാർത്ഥനാ ജീവിതം ലഭിക്കുന്നതിന്, ഉടമ്പടി എടുക്കുന്നതിന്, കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യമുന എറണാകുളം. മകന് എക്സാം നല്ല വിജയം ലഭിക്കാൻ, PR കിട്ടുവാനും കാനഡ വിസ ലഭിക്കുവാനും, സ്റ്റീഫൻ PSC റാങ്ക് ലിസ്റ്റിൽ വരുവാനും പ്രാർത്ഥിക്കുന്നു. അനു ബെന്നി മറ്റൂർ. കുടുംബാംഗങ്ങളുടെ വിശദീകരണത്തിനും കുടുംബസമാധാനത്തിനും, ചിന്നമ്മ, ഷൈനി എന്നിവരുടെ രോഗസൗഖ്യം, അനുവിന് സ്ഥിര ജോലി പ്രാർത്ഥിക്കുന്നു. ഷൈല വിൽസൺ ചിറയം. ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന്, കടബാധ്യതകൾ മാറുന്നതിന്, സഹോദരങ്ങളുടെ വിശുദ്ധീകരണത്തിന്, കിട്ടാനുള്ള തുക തിരികെ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജോസഫ് എറണാകുളം. ജോസഫ് എന്ന ഭർത്താവിന് വിദേശത്ത് ജോലി ലഭിക്കാൻ, കുടുംബ പ്രാർത്ഥന, വിശുദ്ധ കുർബാന മുടക്കം വരാതിരിക്കാൻ, സ്വന്തമായി ഒരു ഭവനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജെസ്സി സെബാസ്റ്റ്യൻ ബോംബെ. എൻ്റെ മകന് നടക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടി, ജോലി ലഭിക്കാൻ, വിവാഹം മകൻ എത്രയും പെട്ടെന്ന് നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദൈവരഹസ്യം. പരിശുദ്ധ മാതാവ് തൻ്റെ ദൈവകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രങ്ങളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് ദൈവരഹസ്യം കാഴ്ചവെക്കുമ്പോൾ മിനി ജോസഫ് പൊടിപ്പാറ മകളുടെ വിസ തടസ്സം മാറുന്നതിന് വേണ്ടിയും മകൻ CA എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയും മക്കളുടെ 2 പേരുടെയും വിവാഹം നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രീതി ജോസഫ് പരുത്തിപ്പറമ്പിൽ കരുമാടി മകൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും മകൾക്ക് നല്ലൊരു വിവാഹം നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജയമോൻ വടക്കനാരാട് മക്കൾ അഭിരാമി അക്ഷയരാജ് നന്നായി പഠിച്ച് വിജയം നേടുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടിയും ഭർത്താവിന് ഉത്തരവാദിത്വത്തോടുകൂടി കുടുംബത്തെ സംരക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലിൻസി കോട്ടയം ഷൈജു എന്ന സഹോദരന് രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും ചേട്ടനും ജോസഫിനും PR ലഭിക്കുന്നതിന് വേണ്ടിയും അമ്മയുടെ സാക്ഷികളായി മാറുന്നതുകൊണ്ട് കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വർഷ ബൈജു വർഷയ്ക്ക് PR ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വർഷ സന്നിൽ മുടങ്ങാതെ കുർബാനയിൽ പങ്കുകൊണ്ട് ഈശോയുമായി അടുത്ത് ജീവിക്കുന്നതുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസ ടോയിഷ് പരിശുദ്ധാത്മനാൽ നിറഞ്ഞ് +2 ഉയർന്ന മാർക്കോടെ ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ ശാന്തിയും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സനിത ഇടപ്പള്ളി സനിതയുടെ ഉപരിപഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിനും കുട്ടികൾക്കും മാതാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അമലിന് മർച്ചൻ്റ് നേവിയിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ഭവന നിർമ്മാണത്തിന് വേണ്ടിയും യദുവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോസഫ് വെച്ചൂർ കുടുംബ ഭദ്രത കടബാധ്യം മാറുന്നതിന് വേണ്ടിയും ആയുരാരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയും മക്കളുടെ പഠനത്തിന് വേണ്ടിയും കുടുംബത്തിൽ ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മറിയാമ്മ രാജു മെബിൻ മത്തായിക്ക് തടസ്സങ്ങളെല്ലാം മാറി ഉന്നത ശമ്പളമുള്ള ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുമ കുരിശിങ്കൽ ജീവിത പങ്കാളിയും മക്കളും ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് വേണ്ടിയും കിഡ്നി മാറ്റിവെച്ച ഷിബിലിക്കും സജിതയ്ക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയും റൂബിയുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആശ കോട്ടയം നഴ്സായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ഭവനം പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയും വഴിതെറ്റിപ്പോയ സഹോദരിയുടെ മക്കൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷേർലി ആൽബർട്ട് ഭർത്താവിന് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും മകളുടെ +2 ഉയർന്ന മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും മകന് ശബ്ദ തടസ്സം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചിന്നു എലിസബത്ത് എറണാകുളം ഡാനിയുടെ ഉന്നത വിജയത്തിന് വേണ്ടിയും പിണക്കമാറിയ സ്നേഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയും സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൽബർട്ട് ബാംഗ്ലൂർ കുടുംബജീവിതത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും പുരോഗതിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആരോൺ ആൽബിൻ പഠന പുരോഗതിക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജാൻസി ബാബു കൊടകര ബിനോജ് സജി വിസയരുടെ നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിനോജ് സോജി ഇവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉമ്മ കൊല്ലം കടബാധ്യത മാറുന്നതിന് വേണ്ടിയും മൂത്ത മകൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു.
ശ്രീദേവി തൃശ്ശൂർ സ്വന്തമായി സ്ഥലവും വീടും ലഭിക്കുന്നതിന് വേണ്ടിയും അമ്മയുടെ ഓപ്പറേഷൻ വിജയത്തിനായും പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെല്ലാവർക്കും ഈശോയുടെയും മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമൽ ജോസഫ് എടനാട്, മകൻ അമലിന് കാനഡയിൽ PR ലഭിക്കുന്നതിന് വേണ്ടിയും മകൻ ബെൻ ജർമ്മനി B2 പാസ്സാകുന്നതിന് വേണ്ടിയും കുടുംബത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൻസി ടോമി ആലപ്പുഴ, ജോയി PR കിട്ടുന്നതിന് വേണ്ടിയും മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സീമ ബീന തിരുവില്ല, എനിക്ക് മക്കളെ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനിയത്തിക്ക് സ്ഥിരമായ ജോലി, അനിയത്തിയുടെ മക്കൾ നന്നായി പഠിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ തോമസ് മൈലാഡൂർ, വിസ ലഭിക്കുന്നതിന് വേണ്ടിയും കടബാധ്യത മാറുന്നതിന് വേണ്ടിയും കുടുംബസമാധാനം ലഭിച്ച് വിദേശത്ത് സ്ഥിരമായി ജീവിക്കുന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസ് മുക്കാട്ട്, രോഗസൗഖ്യം, മകൾക്ക് +1 പരീക്ഷ വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും സ്വർണ്ണപ്പണയം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആതിര അഞ്ചൽ, ക്യാൻസറിൽ നിന്ന് രോഗം ലഭിക്കുന്നതിന് വേണ്ടിയും സ്ഥിര വരുമാനമായുള്ള ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ മനസ്സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോസഫ് മാഞ്ചൂർ, സാമ്പത്തിക ഭദ്രത, മാനസാന്തരത്തിന് വേണ്ടിയും വിവാഹം നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷീജ കോട്ടക്കൽ, മകൻ മരിയറ്റിക്ക് D.Pharm എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും മെറിന് ജോലി തടസ്സം മാറുന്നതിന് വേണ്ടിയും ശുഭമായി ഭാവി ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽബിൻ മോൺസി പുന്നപ്ര, സർട്ടിഫിക്കറ്റിലെ തിരുത്തുകൾ മാറുന്നതിന് വേണ്ടിയും ആയുരാരോഗ്യത്തിന് വേണ്ടിയും വിദേശത്ത് പോകുവാൻ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മാർട്ടിൻ ആൻ്റണി ഇലഞ്ഞമറ്റം, പ്രാർത്ഥനാ ജീവിതം വിശദീകരിക്കുവാൻ വീട് പണി യാതൊരു തടസ്സം കൂടാതെ ഉണ്ടാകുന്നതിന് വേണ്ടിയും മകൻ്റെ ജോലി തടസ്സം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രഞ്ജിത്ത് എബ്രാഹിം ഞാറയ്ക്കൽ, നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ചേട്ടൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ടോം പറവൂർ, +2 എക്സാം വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും ജപ്തി നടപടികളിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അജിത്ത് അബ്രാഹിം ഞാറയ്ക്കൽ, എൻ്റെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാൻസി കാട്ടൂർ, മകൻ്റെ ആദ്യ കുർബാന സ്വീകരണം ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയും രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും സർക്കാർ ജോലി ലഭിച്ചതിന് മാതാവിന് നന്ദി പറയുകയും ചെയ്യുന്നു. ബേബി ജോസഫ് കുമ്പളങ്ങി, ബേബി ജോസഫ് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയയുടെ സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ ജെറിൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രണവ് ജോർജ് ഇരിങ്ങാലക്കുട, PhD പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ജോലി ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മനാൽ നിറഞ്ഞതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോൾസൺ പാലപ്പുഴ, വയറ്റിലെ മുഴ മാറുന്നതിന് വേണ്ടിയും മകൾക്കൊരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടിയും മക്കളെല്ലാവരും ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സീന ജോർജ് പ്രസന്നപുരം, ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കയറി താമസിക്കാനും KSFE ചിട്ടി ലോൺ അടയ്ക്കുന്നതിന് വേണ്ടിയും കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജെയിംസ് ബെനഡിക്റ്റ് പറവൂർ, കോർട്ട് കേസ് അനുകൂല വിധിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും ബിസിനസ്സിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയും കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സയ്യോൺ പൂക്കോട്ടുപടി, UK ഉപരിപഠനത്തിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വേണ്ടിയും പപ്പയുടെ ശാരീരികമായ എല്ലാ രോഗാവസ്ഥകളിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും ബേബി ബിനു മാത്യു എന്നിവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജെയിംസ് വർഗീസ് കോട്ടുങ്കൽ, കടബാധ്യതകളില്ലാതെ ഭവനം പണിയുന്നതിന് വേണ്ടിയും എനിക്കും ഭാര്യയ്ക്കും നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ രഹസ്യം കാഴ്ചവെക്കുന്നതോടൊപ്പം കൃപാസനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൃപാസനത്തിൻ്റെ ഡയറക്ടർ അച്ഛനായ ജോസഫ് അച്ഛന് വേണ്ടിയും അച്ഛൻ്റെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയും അലക്സ് അച്ഛന് വേണ്ടിയും ജോമോൾക്ക് വേണ്ടിയും സണ്ണി സാറിനും സഹപ്രവർത്തകർക്കും വേണ്ടിയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാ സിസ്റ്റേഴ്സിന് വേണ്ടിയും എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്ക് വേണ്ടിയും കൃപാസനത്തിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളും ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് 5-ാം ദിവസം നമുക്ക് കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യനായ വിശുദ്ധമയ്യാലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുണ്യങ്ങളും ഉറവാദ കുതിശയുടെ വരങ്ങൾ കൊണ്ട് മോക്ഷവാസികളെക്കാൾ ഉന്നതമായിരുന്നു. നാമും ദൈവദൂതനോടുകൂടെ നമ്മുടെ നാദിയെ വാഴ്ത്തി ഈ അമ്മയ്ക്ക് ലഭ്യമായ ദിവ്യ നന്മകൾ കൊണ്ടാടേണ്ടതും ആ അമ്മ നിർഭാഗ്യവരായിരിക്കുന്ന നമ്മുടെ മേൽ കനിഞ്ഞ് തൻ്റെ കൈവശത്തിലുള്ള ദൈവ നന്മകൾ ഏതാനുമെങ്കിലും നമുക്ക് തരണമേ എന്നും പ്രാർത്ഥിക്കേണ്ടതുമാണ്. രണ്ടാമത്, ദൈവദൂതൻ പരമരാജ്ഞിയോട് കർത്താവ് നിന്നോടുകൂടെ എന്ന് ചൊല്ലിക്കൊണ്ട് ആ കന്യക പ്രാപിച്ച ദൈവൈക്യത്തെപ്പറ്റി സ്തുതിച്ചു. മറ്റ് പുണ്യാത്മാക്കളിൽ വസിക്കുന്നതിനേക്കാൾ അധിക ഇഷ്ടത്തോടും ഐക്യത്തോടും കൂടെ വസിക്കുന്നതിന് ഈശോ കന്യകാമറിയത്തിൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുകയും തന്മൂലം അത് ദൈവത്തിൻ്റെ സാക്ഷാലുള്ള ആലയമായി തീരുകയും ചെയ്തു. തൻ്റെ ഉദരത്തിൽ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായിരിക്കുന്ന രക്ഷിതാവ് 9 മാസം വരെയും വസിച്ചു. നിങ്ങൾക്കും ഈ ഭാഗ്യം ലഭിക്കേണ്ടതാകുന്നു. വരപ്രസാദത്തോടെ ഇരിക്കുമ്പോൾ സർവേശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നു. എന്നാൽ ചാവുദോഷത്തിൽ വീണാൽ ദൈവം നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും
നിങ്ങളെ കൈവിടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പിശാചിന് അടിമയായിത്തീരുന്നു. ഇതിനേക്കാൾ വലിയ നാശമുണ്ടോ? നിങ്ങൾ ആ നാശത്തിൽ വീഴാതിരിപ്പാൻ നിങ്ങളെ കാത്തുകൊള്ളുന്നതിന് ഈ ദൈവമാതാവിനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. മൂന്നാമത്, ദൈവദൂതൻ പരിശുദ്ധ കന്യകയെ സ്ത്രീകളിൽ ആശീർവദിക്കപ്പെട്ടവൾ നീ എന്ന് അഭിവാദനം ചെയ്തുകൊണ്ട് സകല സൃഷ്ടികളെക്കാൾ ഉപരിയായി പ്രാപിച്ച ഉന്നത മഹിമയെക്കുറിച്ച് ആ നാദിയെ പുകഴ്ത്തുന്നു. പരിശുദ്ധ കന്യകയെ അങ്ങ് സകല സൃഷ്ടികളെയേക്കാൾ ദൈവവരവും കൃപയും പ്രാപിച്ചിരിക്കുന്നു. പുഷ്പങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള ശോശന എന്ന പുഷ്പം പോലെ അങ്ങ് പാപത്താൽ അശുദ്ധരായ മനുഷ്യരുടെ ഇടയിൽ പരിശുദ്ധതയോടെ വിളങ്ങുന്നു. ആദിമാതാവായ ഹൗവ മനുഷ്യസന്തതികളുടെ മേൽ എല്ലാ വക നാശങ്ങളും വരുത്തിവെച്ചു. അങ്ങാകട്ടെ അവരുടെ മേൽ ദൈവാശിസ്സുകൾ ധാരാളമായി വർഷിച്ചു. അതിനാൽ എന്നേക്കും മാലാഖമാരും മറ്റ് സകല മോക്ഷവാസികളും സകല ജീവജാലങ്ങളും അങ്ങയെ വാഴ്ത്തി സ്തുതിച്ചു കൊണ്ടാടുകയും ചെയ്യും. എൻ്റെ ദിവ്യമാതാവേ, അയോഗ്യനെങ്കിലും അങ്ങയെ ആശ്രിതരോടുകൂടി അങ്ങയെ മഹത്വം വാഴ്ത്തിക്കൊണ്ട് അങ്ങ് പ്രാപിച്ച ദൈവവരങ്ങൾ എൻ്റെ ജീവിതകാലമൊക്കെയും പാടി സ്തുതിച്ചതിന് ശേഷം മോക്ഷരാജ്യത്തിൽ അങ്ങയെ പുകഴ്ത്തി സ്നേഹിച്ചുകൊണ്ട് വാഴാൻ എനിക്ക് കൃപ ചെയ്യണമേ. ദൃഷ്ടാന്തം. ഇസ്പാനിയ രാജ്യത്തിൽ മുഹമ്മദീയരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കയാൽ അനവധി ക്രിസ്ത്യാനികൾ അവർക്ക് അടിമകളാകുകയും മതപീഡനം കൊണ്ട് പലരും സത്യവേദം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. ഈ കഷ്ടസ്ഥിതിയിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ സ്വർഗരാജ്ഞി മൂലം നടന്ന ഒരു സംഭവമാണ് താഴെ കാണുന്നത്. അക്കാലത്ത് മഹാസമ്പന്നനും വലിയ ദൈവഭക്തനുമായി പത്രോസ് നൊലാസ്കി എന്നൊരാൾ ഉണ്ടായിരുന്നു. അടിമകളാക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് മോചനം നൽകാനുള്ള മാർഗത്തെ പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടവിടാതുള്ള വിചാരം. ഒരു നാൾ അധിക ഭക്തിപുരസ്സരം ദൈവസിംഹാസനത്തിൻ പക്കൽ തൻ്റെ പ്രാർത്ഥനകൾ കാഴ്ചവെക്കുമ്പോൾ മഹാപ്രകാശത്തോടും നിസ്തുലമായ മഹിമയോടും കൂടെ പരിശുദ്ധ കന്യക അയാൾക്ക് പ്രത്യക്ഷയായി ഇപ്രകാരം അരുൾ ചെയ്തു: അടിമകളെ മോചിപ്പിക്കുന്നതിനായി ഒരു സന്യാസ സഭ എൻ്റെ നാമത്തിൽ സ്ഥാപിച്ചാൽ അത് എൻ്റെ പുത്രനും എനിക്കും വളരെ പ്രിയമായിരിക്കും. ആ രാത്രി തന്നെ ദൈവമാതാവ് അരകോനിയ രാജ്യത്തിലെ രാജാവായ യാക്കോബ് എന്ന മഹാനും വിശുദ്ധ റൈമുൻദോസ് പെന്നാപ്പർത്ത് എന്ന അദ്ദേഹത്തിനും കാണപ്പെട്ട് മേൽപ്പറഞ്ഞ സഭ സ്ഥാപിക്കുന്നതിന് ഇവർ ഇരുവരും സഹായിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അപ്രകാരം ദൈവമാതാവിൻ്റെ നാമത്തിൽ അടിമത്തത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ വീണ്ടും രക്ഷിപ്പാനായി ഒരു സഭ സ്ഥാപിതമായി. ഈ സഭയിലെ സന്യാസികൾ എല്ലാ സഭകൾക്കും പൊതുവായ 3 വ്രതങ്ങൾക്ക് പുറമെ ക്രിസ്ത്യാനികളെ മറ്റു പ്രകാരത്തിൽ മോചിക്കാൻ സാധിക്കാത്ത പക്ഷം തങ്ങൾ അവർക്ക് പകരം അടിമകളായി കൊള്ളാമെന്ന് ഒരു വാഗ്ദാനം കൂടെ ചെയ്യുക പതിവാണ്. ഈ സഭ ദൈവമാതാവിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ ആശീർവാദത്താലും അനേകം ദേശങ്ങളിൽ പരക്കുകയും അതുമൂലം അനവധി ജനങ്ങൾ കഠിനമായ ദാസാവസ്ഥയിൽ നിന്ന് വിമുക്തരായി സ്വകുടുംബത്തിൽ സന്തോഷപൂർവ്വം തിരികെ ചെന്ന് ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്യാസികളിൽ അനേകം പേർ അടിമകളെ വീണ്ടും രക്ഷിപ്പാൻ വേണ്ട പണമില്ലാതെ വരുമ്പോൾ കന്യകാമറിയത്തിൻ്റെ നാമം ചൊല്ലി തങ്ങളെ തന്നെ അവർക്ക് പകരം അടിമകളായി കൊടുത്തുകൊണ്ടുപോലും അവരെ രക്ഷിക്കുമായിരുന്നു. ക്രിസ്ത്യാനികളെ, നിങ്ങളും പിശാചിൻ്റെ കഠിനമായ ദാസ്യത്തിൽ അകപ്പെട്ട് സങ്കടപ്പെടുന്ന നിർഭാഗ്യ പാപികളുടെ മേൽ അലിവ് തോന്നി അവർക്ക് വേണ്ടി ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ച് അവർ പൈശാചിക ദാസ്യത്തിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജപം.
എന്റെ നാഥേ, എന്റെ നാഥേ, രക്ഷിതാവിന്റെ മാതാവേ, രക്ഷിതാവിന്റെ മാതാവേ, സകല സ്ത്രീജനങ്ങളെയും കാൾ സകല സ്ത്രീജനങ്ങളെക്കാൾ ആശീർവദിക്കപ്പെട്ടവളെ, ആശീർവദിക്കപ്പെട്ടവളെ, കന്യകകളിൽ ഉത്തമ കന്യകേ, കന്യകളിൽ ഉത്തമ കന്യകേ, മനുഷ്യവർഗമൊക്കെയും മനുഷ്യവർഗമൊക്കെയും എപ്പോഴും എപ്പോഴും അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞാനും അവരോടുകൂടെ അവരോടുകൂടെ നിന്നെ സ്തുതിച്ച് നിന്നെ സ്തുതിച്ച് നിന്റെ മഹത്വം എല്ലാവരെയും അറിയിക്കുന്നവനാകട്ടെ. എല്ലാവരെയും അറിയിക്കുന്നവനാകട്ടെ. എല്ലാ മനുഷ്യരും അങ്ങേ തൃപാദത്തിങ്കൽ വന്ന് അങ്ങേക്ക് യോഗ്യമായ വണക്കം ചെയ്ത് ഏകരക്ഷകനായ അങ്ങേ തിരുക്കുമാരനെ സ്നേഹിച്ച് ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. അത് സാധിച്ചു കാണുവാനുള്ള ഭാഗ്യം അങ്ങേ കൃപയാൽ എനിക്ക് കിട്ടാനായി വളരെ താഴ്മയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കഴുതപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അടുത്തു വരുന്നു. നെടുറപ്പെട്ട കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. നന്മ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സ്വസ്തി. നന്മ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സ്വസ്തി. സൽക്രിയ. നിങ്ങളുടെ കരയിലുള്ള ദേവാലയം നന്നായിരിക്കാൻ ശ്രമിക്കണം.